ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ, മിനി മീനാക്ഷി അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് നടതള്ളൽ. എന്തൊരുറക്കാ ഇത്! എണീക്ക്, നേരം വെള്ള കീറിട്ടോ. ചുമലിൽ മെല്ലെ തട്ടിയുള്ള കാർത്തൂൻ്റെ വിളി കേട്ടയാൾ കണ്ണു തുറന്നു. മുറിയിൽ കട്ട പിടിച്ച ഇരുട്ട്. കൈവിരലുകൾ ഭിത്തിയിലൂടെ സ്വിച്ച് ബോർഡ് പരതി. മിനുത്ത വെള്ള ബട്ടണിൽ കൈവിരൽ പതിഞ്ഞതും പാൽ വെളിച്ചം മുറിയിൽ നിറഞ്ഞു. കാത്തു! അയാളുടെ കുഴിഞ്ഞു കണ്ണുകൾ ചുറ്റും നോക്കി. ഇല്ല, താൻ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമെന്നയാൾ തിരിച്ചറിഞ്ഞു. എന്നെ പറ്റിച്ചൂല്ലേ? അയാൾ തലയണ കീഴിൽ നിന്ന് കാത്തൂൻ്റെ ഫോട്ടോ എടുത്ത് പരിഭവം പറഞ്ഞു. എന്നെ ഒറ്റയ്ക്കാക്കി മിടുക്കിയായി അങ്ങോട്ട് പോയി. തൊണ്ട വരളുന്നുണ്ട്. ഒരിറ്റു വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അയാൾ മെല്ലെ എണീറ്റു. നിരനിരയായി കിടക്കുന്ന ഇരുമ്പിൻ്റെ കട്ടിലുകളിൽ നിന്ന് ആരുടെയൊക്കെയോ കൂർക്കം വലികൾ. ഈ അഗതി മന്ദിരത്തിൽ ഏറ്റവും ആദ്യം ഉണരുക താനാണല്ലോ എന്നയാൾ ഓർത്തു. പുലർച്ചെ ഉണരുക എന്നത് ചെറുപ്പം മുതലേയുള്ള ശീലം. കാത്തു ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ ഒരു കോപ്പ നിറയെ ചൂട് കാപ്പിയുമായി പുലർച്ചെ തട്ടി ഉണർത്തും. അതൊരു കാലം. അയാളുടെ തൊണ്ടക്കുഴിയിൽ ഒരു ചുമ പിറവിയെടുത്തു. അവൾ പോയതിൽ പിന്നെ അയാളുടെ കുഴിഞ്ഞ കണ്ണിൽ ഒരു തുള്ളി നിറഞ്ഞു നിന്നു. എന്തൊക്കെ ചിട്ടകളായിരുന്നു തനിക്ക്! പാവം, തൻ്റെ ശീലങ്ങളും പിടിവാശികളും എത്രമാത്രം അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തനിക്കായി മാത്രം ജീവിച്ചവൾ. കൂട്ടാമായിരുന്നില്ലേ എന്നെയും? അയാൾ ഫോട്ടോയിലിരുന്ന് ചിരിക്കുന്ന കാത്തുവിനോട് ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. നമ്മുടെ മക്കൾക്കെന്നെ വേണ്ട. നീ പിന്നെ മിടുക്കിയായി ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ നേരത്തെ അങ്ങ് പോയി. ഒരു വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടന്നതാണ് അയാൾ ഓർത്തു. ഒരു നെഞ്ചുവേദന. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് പോയി. അവളുടെ ചിത എരിഞ്ഞടങ്ങും മുൻപേ തുടങ്ങിയ പ്രശ്നങ്ങൾ. 2 ആൺമക്കൾ. മൂത്തവൻ വിവാഹം കഴിച്ച് വേറെ വീടും വെച്ച് താമസിക്കുന്നു. ഇളയവനാണ് കൂടെ. അവനും കല്യാണം കഴിച്ച് 2 മക്കൾ. 2 ആൾക്കും അച്ഛനെ വേണ്ട. അച്ഛൻ്റെ രീതികളൊന്നും അവർക്ക് പിടിക്കുന്നില്ലത്രേ. അച്ഛനും അമ്മയും ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയാണെന്ന് അവർ മറന്നതുപോലെ. മരുമക്കളുടെ ഇഷ്ടത്തിനൊത്ത് മക്കളും. പുതിയ കുട്ടികളാ, നമ്മുടെ രീതിയൊന്നും അവർക്ക് പിടിക്കൂല. കാർത്തു ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചിരുന്ന വാക്കുകൾ. മക്കൾ തന്നോളം ആയാൽ നമ്മൾ ഒതുങ്ങുക, അവളുടെ സ്ഥിരം പല്ലവി. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ അയാൾ വെറുതെ ആശിച്ചു. ജനാലയ്ക്കപ്പുറം നേരിയ ഇരുട്ട്. 7 മണിയാണല്ലോ ചായയുടെ സമയമെന്നയാൾ ഓർത്തു. ഇനിയും സമയമേറെ ബാക്കി. ഉറങ്ങുന്നവർക്ക് ശല്യമാകരുതല്ലോ. കൈകൾ വീണ്ടും സ്വിച്ച് ബോർഡിൽ തടഞ്ഞു. വെളിച്ചത്തെ വകഞ്ഞു മാറ്റി ഇരുട്ട് മുറിയിൽ വീണ്ടും സ്ഥാനം പിടിച്ചു. 2ൽ നിന്നൊന്നു പോയാൽ അയാൾ നേരിയ കിതപ്പോടെ ഓർത്തു. ശൂന്യത. കാർത്തു! അയാൾ അപ്പോഴും കയ്യിലിരിക്കുന്ന അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി വിളിച്ചു. ഇരുട്ടിൽ അവ്യക്തമായ ചിത്രം. ഞാനില്ലാതായാലും പിള്ളേരോട് വഴക്കിനൊന്നും പോകരുത് കേട്ടോ. കിട്ടുന്നത് കഴിച്ച് മുറിയിൽ ചുരുണ്ടോണം. പലപ്പോഴും അവൾ ഓർമ്മിപ്പിച്ചിരുന്ന വാക്കുകൾ. മക്കളോട് മുഷിയാൻ അവൾ സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ അനാഥാലയത്തിലോ വൃത്തമന്ദിരത്തിലോ അഭയം തേടേണ്ട ഗതികേട് ഉണ്ടാകരുതെന്ന് അവൾ ഓർമ്മിപ്പിച്ചിരുന്നു. കൂട്ടാമായിരുന്നില്ലേ എന്നെയും? അയാൾ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു. നേരെ ചൊവ്വന് ഭക്ഷണം പോലും കഴിക്കാതെ പിശുക്കൻ എന്ന നാട്ടുവിളിപ്പേര് സമ്പാദിച്ച് താൻ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ? പണിക്കാർക്ക് സമയത്ത് കൂലി കൊടുത്തിട്ടില്ല. അവർക്കുള്ള ഭക്ഷണത്തിൽ പോലും പിശുക്ക്. അർക്കിസ് മുതലാളി പണിക്കാർ തന്നെ കാണുമ്പോൾ കുശുകുശുക്കുന്ന പേര്. ഒടുവിൽ താൻ എന്ത് നേടി? അയാൾ ഇരുട്ടിനോട് ചോദിച്ചു. ബാക്കിയാവുന്നത് ആ വിളിപ്പേര് മാത്രം. അയാൾ വേദനയോടെ ഓർത്തു. എവിടെയാണ് തനിക്ക് പിഴച്ചത്? കാത്തൂൻ്റെ വാക്ക് കേൾക്കാതെ മക്കൾക്കെല്ലാം എഴുതി വച്ചപ്പോഴോ? മക്കളെ അമിതമായി വിശ്വസിച്ചപ്പോഴോ? അതോ പണമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതി പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചതോ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ആരോ ചെവിയിൽ മെല്ലെ മന്ത്രിക്കുന്നു. അയാളുടെ കൈകൾ ഇടതുകാലിൽ തടഞ്ഞു. നല്ല വിങ്ങലുണ്ട്. ഇന്ന് ഡ്രസ്സിങ്ങിൻ്റെ ദിവസമാണല്ലോ, അയാൾ ഓർത്തു. 2 ദിവസം കൂടുമ്പോൾ മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്നു. ചെറിയൊരു മുറിവ്. കാത്തു ഉണ്ടായിരുന്നപ്പോൾ
കൃത്യമായി എല്ലാം ചെയ്തിരുന്നു. പ്രമേഹമുണ്ട്, സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പലവട്ടം ഓർമ്മിപ്പിച്ചിരുന്നു. അവൾ പോയതോടെ താൻ തികച്ചും ഒറ്റപ്പെട്ടു. മക്കൾ അവരുടേതായ ലോകത്ത് മുഴുകുമ്പോൾ അന്യനെ പോലെ ഞാൻ. ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്രമാണം ആദ്യമേ കൈക്കലാക്കി. ഒടുവിൽ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ കറിവേപ്പല പോലെ തന്നെയും. കാലിലെ മുറിവ് വലുതായി മണം വന്നു തുടങ്ങിയതും മരുമകൾ മൂക്കുപൊത്തി പിറുപിറുത്തു. വൃത്തികെട്ട നാറ്റം. ബിസിനസ് തിരക്കിനിടയിൽ അച്ഛനെ ശ്രദ്ധിക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ മക്കൾക്ക് എവിടെ നേരം? തൻ്റെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ വരെ അകറ്റി. മൂത്ത മകന് വീതം വെച്ചപ്പോൾ ഭാഗം കുറഞ്ഞു പോയതിൻ്റെ പിണക്കം. കിളികൾക്ക് പോലും ഒരു മാമ്പഴം കൊത്താൻ കൊടുക്കാതെ അരിച്ചു പെറുക്കി താൻ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ എവിടെ? നാഴിക്കഞ്ഞിക്ക് ഒരിറ്റു വെള്ളത്തിന് ഒന്ന് തല ചായ്ക്കാൻ അന്യൻ്റെ ദയ വേണം ഇന്ന്. അയാളുടെ കുഴിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു വന്നു. ആയുസിൻ്റെ കലണ്ടറിൽ തനിക്കിനി എത്ര നാൾ? അയാൾ ഇരുട്ടിനോട് ചോദിച്ചു. ചുറ്റിനും ഇരുന്ന കൂർക്കമ്പലുകൾ തനിക്കുള്ള മറുപടികളാണെന്ന് അയാൾക്ക് തോന്നി. തനിക്കൊപ്പമുള്ള എല്ലാവർക്കും പറയാൻ എത്രയെത്ര കഥകൾ. നിസ്സഹായതയുടെ മൂടുപടമണിഞ്ഞ് നെഞ്ചിലെ എരിയുന്ന കനലിനെ മറക്കുന്നവർ, ഉറ്റവരും ഉടയവരുമുണ്ടായിട്ടും അനാഥരായവർ. താനിവിടെ വന്ന ദിവസം അയാൾ ഓർത്തു. ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിയത് എന്നേക്കുമുള്ള നടതല്ലാണെന്ന് ആരറിഞ്ഞു? മുന്തിയ കാറിലാണ് മക്കളിവിടെ കൊണ്ടുവന്നത്. അതവർക്ക് വിനയായി. സാമ്പത്തിക ശേഷിയുള്ള മക്കളുള്ളവർക്കല്ല, ആരോരുമില്ലാത്ത അഗതികൾക്കുള്ളതാണ് ഈ അഗതി മന്ദിരമെന്നുള്ള ഡയറക്ടർ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അവർ തന്നെയും കൊണ്ട് മടങ്ങുകയായിരുന്നു. കുറച്ചകലെ വെയിറ്റ് ഷെഡിനരികിൽ വണ്ടി നിർത്തി കയ്യിൽ പിടിച്ച മകൻ കാറിൽ നിന്നിറക്കിയത് പെരുവഴിയിൽ ഉപേക്ഷിക്കാനാണെന്ന് വിചാരിച്ചതേയില്ല. എത്ര വേഗമാണ് ഇവിടെ പ്രവേശിക്കാനുള്ള അയോഗ്യതകൾ മാറി ആരോരുമില്ലാത്ത ഒരഗതിയായി താൻ മാറിയത്. അവശനിലയിൽ കണ്ട് നാട്ടുകാർ ഇവിടെ എത്തിക്കുകയായിരുന്നു. വിശാലമായ തൻ്റെ ലോകം എത്ര പെട്ടെന്നാണ് ഒരു കട്ടിലിലേക്ക് ചുരുങ്ങിയത്. നിരനിരയായി കിടക്കുന്ന കട്ടിലുകളിൽ പരസ്പരം വേദനകൾ പങ്കിട്ട് ഒടുവിലെ യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർ. തൻ്റെ കട്ടിലിനെതിരെയാണ് പുറത്തേക്കുള്ള വാതിൽ. വാതിലിനപ്പുറം വിശാലമായ മുറ്റം. ഓരോ ദിവസവും വരുന്ന വാഹനങ്ങളിലേക്ക് കൊതിയോടെ നോട്ടം ചെന്നെത്താറുണ്ട്. കൂട്ടിക്കൊണ്ടു പോകാനുള്ള മക്കളുടെ വരവിനായി. വന്നവരുടെ അവസാന വണ്ടിയും തിരിച്ച് ഗേറ്റ് കിടക്കുമ്പോൾ ബാക്കിയാവുന്നത് ആർക്കും വേണ്ട എന്ന തിരിച്ചറിവ് മാത്രം. നെടുവീർപ്പിനൊടുവിൽ അയാൾ പുറത്തേക്ക് നോക്കി. ഇരുട്ട് വെളിച്ചത്തേക്ക് വഴിമാറുന്നു. ഒരു പ്രഭാതം കൂടി. ചുറ്റിനുമുള്ള കൂർക്കമ്പലികൾ നിന്നിരിക്കുന്നു. അയാളെപ്പോലെയുള്ള കിടപ്പുരോഗികളായ അഗതികളെ നോക്കുന്ന വിൻസെൻ്റ് ചേട്ടൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. സുഖായി ഉറങ്ങിയോ? അയാളുടെ ചുമലിൽ മൃദുവായി ഒന്ന് തട്ടി. പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും നടത്താൻ സഹായിച്ച് ഒരു ചെറു ചിരിയോടെ വിൻസെൻ്റ് ചേട്ടൻ അടുത്ത കട്ടലിനരികിലേക്ക് നീങ്ങി. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ഇവിടെ ജീവിതങ്ങൾ. പണമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. പകരം നൽകാൻ എന്താണ് തനിക്കുള്ളത്? അയാൾ ആത്മനിന്ദയോടെ ഓർത്തു. 6 അടി മണ്ണ് പോലും ഇനി അന്യൻ്റെ ഔദാര്യം. അപ്പച്ച. തൊട്ടരികിൽ ഡ്രസ്സിംഗ് കിറ്റുമായി ഒരു പുതിയ നേഴ്സ് വച്ച്. 2 ദിവസമായതേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. 2 ദിവസം കൊണ്ട് തന്നെ അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. എന്തൊരു പ്രസരിപ്പ്! മാലാഹയുടെ മുഖം. അയാൾ തൻ്റെ പേരക്കുട്ടികളെ ഒരു നിമിഷം ഓർത്തു. കാണാൻ കൊതിയുണ്ട് വല്ലാതെ. പക്ഷേ അപ്പച്ചൻ എന്നെ ഓർമ്മയുണ്ടോ? ഡ്രസ്സ് ചെയ്യുന്നതിനിടയിൽ പെൺകുട്ടി അയാളോട് ചോദിച്ചു. ഇല്ല, ഒരു മുഖപരിചയം കിട്ടുന്നില്ല, അയാൾ ആലോചനയോടെ പറഞ്ഞു. ഞാൻ അപ്പച്ചൻ്റെ അയൽവീട്ടിലെ ദേവസിയുടെ മോള. പണിക്കാരൻ ദേവസിയുടെ മോള് എൽസ. 4 വർഷമായി ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു കേരളത്തിന് പുറത്തേ. പഠനം കഴിഞ്ഞ് വന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ് കഥകളൊക്കെ അറിഞ്ഞു. വൃത്തിയായി മുറിവ് ഡ്രസ്സ് ചെയ്ത് എൽസ നിവർന്ന് നിന്നു. ലോൺ എടുത്താണ് പഠിച്ചത്. ആ കടം വീട്ടാൻ വിദേശത്തേക്ക് പോകണം. കുറച്ചുനാൾ ഇവിടെ സേവനം ചെയ്യണമെന്ന് തോന്നി. അപ്പച്ചനും അമ്മച്ചി എപ്പോഴും പറയും, പണമല്ല മനുഷ്യത്വമാണ് വേണ്ടതെന്ന്. ഒരു നിമിഷം അയാൾ മൂകനായി. അയാളുടെ കണ്ണുകളിലേക്ക് ചില ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. ദേവസ്യയുടെ കൂടെ ഒരിക്കൽ മാത്രം വന്നിട്ട് മുറ്റത്തെ പഴുത്ത പേരയ്ക്ക ഒരെണ്ണം പറിച്ചോട്ടെ എന്ന് ചോദിച്ച എൽസയുടെ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ നിറയുന്നു. പൊക്കോണം മുമ്പീന്ന്, മേലി പെണ്ണിനെയും കൂട്ടി പണിക്ക് വരരുത്. തൻ്റെ ആക്രോശം കേട്ട് പേടിച്ചു കരഞ്ഞോടിപ്പോയ പെറ്റിക്കൂട്ടുകാരി. കുട്ടികളല്ലേ കേശുവേട്ട, ഇത്ര ക്രൂരത പാടില്ല. കാത്തൂൻ്റെ ദയനീയമായ വാക്കുകളെ താൻ കൂർത്തൊരു നോട്ടം കൊണ്ടമർത്തി. തന്നെ അവൾക്കും പേടിയായിരുന്നു. മോളെ. അയാളിൽ നിന്നുയർന്ന ദീനസ്വരം അവളുടെ കാതിലേക്ക് പടർന്നു. എൽസയുടെ മുഖത്ത് നേരിയൊരു തൂമന്ദഹാസം മാത്രം. ഇടയ്ക്ക് സമയം പോലെ വരാൻ കേട്ടോ. എൽസ ഡ്രസ്സിംഗ് കിറ്റ് കയ്യിലെടുത്തു. കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ ആരെയും കടന്നു പോകാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നയാൾ വേദനയോടെ ഓർത്തു. വാതിലിനപ്പുറം വിശാലമായ മുറ്റത്തരികിലേക്ക് ഒരു വാഹനം വന്നു നിന്നു.
കൊതിയോടെ നോക്കിയ അയാളുടെ കണ്ണുകളിലേക്ക് അപരിചിതരായ ആളുകളുടെ മുഖങ്ങൾ വന്നിറങ്ങി. മ്ലാനമായ മുഖത്തോടെ തനിക്കായി മാത്രം വരുന്ന അവസാന വണ്ടിയുടെ വരവും കാത്ത അയാൾ കട്ടിലിലേക്ക് തല ചായ്ച്ചു. നടതള്ളൽ സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി മിനി മീനാക്ഷി അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത ആകാശം അങ്ങനെ അങ്ങനെ. ഇറങ്ങിപ്പോന്ന നക്ഷത്രവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞാനും നിലാവും പ്രണയത്തിലായത്. ഇറങ്ങിപ്പോന്ന നക്ഷത്രവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞാനും നിലാവും പ്രണയത്തിലായത്. കാറ്റ് കടത്തിക്കൊണ്ടുപോയ മഴയാണ് ഞാൻ ഈ ഉമ്മറത്ത് കാത്തിരിക്കുന്നത്. കാറ്റ് കടത്തിക്കൊണ്ടുപോയ മഴയാണ് ഞാൻ ഈ ഉമ്മറത്ത് കാത്തിരിക്കുന്നത്. പുഴ പറഞ്ഞ കഥയിൽ നിന്നും ഇറങ്ങിപ്പോയ മേഘം കടലിൽ പോയി ഒളിച്ചെന്ന്. പുഴ പറഞ്ഞ കഥയിൽ നിന്നും ഇറങ്ങിപ്പോയ മേഘം കടലിൽ പോയി ഒളിച്ചെന്ന്. രാത്രിയിൽ മൗനമായി മറഞ്ഞിരിക്കാമെന്ന് നിലാവ് പറഞ്ഞിട്ടും കാടിൻ്റെ സിരകളിൽ ഉന്മാദമുണർത്തി കാട്ടുതീ എന്തിനാവും ആളിപ്പടർന്നത്. രാത്രിയിൽ മൗനമായി മറഞ്ഞിരിക്കാമെന്ന് നിലാവ് പറഞ്ഞിട്ടും കാടിൻ്റെ സിരകളിൽ ഉന്മാദമുണർത്തി കാട്ടുതീ എന്തിനാവും ആളിപ്പടർന്നത്. രാത്രിയിൽ മൗനമായി മറഞ്ഞിരിക്കാമെന്ന് നിലാവ് പറഞ്ഞിട്ടും കാടിൻ്റെ സിരകളിൽ ഉന്മാദമുണർത്തി കാട്ടുതീ എന്തിനാവും ആളിപ്പടർന്നത്. ആകാശം അങ്ങനെ ഉണ്ടായിരുന്നിട്ടും നീ എൻ്റെ കൂടെ കിളിയായി പാറിപ്പറക്കുന്നതെന്തേ. ആകാശം അങ്ങനെ ഉണ്ടായിരുന്നിട്ടും നീ എൻ്റെ കൂടെ കിളിയായി പാറിപ്പറക്കുന്നതെന്തേ. നീ തന്ന വിത്ത് മരമായി തീർന്നിരിക്കുന്നു, പൂത്തുലയുന്നത് കവിതകളാവണം. നീ തന്ന വിത്ത് മരമായി തീർന്നിരിക്കുന്നു, പൂത്തുലയുന്നത് കവിതകളാവണം. തുടർന്ന് അതേ ഞാനിരിക്കുമ്പം. അതെ ഞാനിരിക്കുമ്പം നിങ്ങളങ്ങ് പൊയ്ക്കോണം. ഞാൻ പോയിട്ടേ നിങ്ങളിരുന്നാൽ എരുതിയിൽ വീണ എണ്ണ മാതിരി പൊരിയും. അതെ ഞാനിരിക്കുമ്പം നിങ്ങളങ്ങ് പൊയ്ക്കോണം. ഞാൻ പോയിട്ടേ നിങ്ങളിരുന്നാൽ എരുതിയിൽ വീണ എണ്ണ മാതിരി പൊരിയും. അല്ലേൽ പിന്നെയും വേറെ പെണ്ണ് കെട്ടിക്കോണം. അല്ലേ പിന്നെയും വേറെ പെണ്ണ് കെട്ടിക്കോണം. നിങ്ങൾക്കൊക്കെ ആരിനി പെണ്ണ് തരാനാ. നിങ്ങൾക്കൊക്കെ ആരിനി പെണ്ണ് തരാനാ. ദേഹം രോഗങ്ങളുടെ കൂത്തരങ്ങല്ലേ. ദേഹം രോഗങ്ങളുടെ കൂത്തരങ്ങല്ലേ. പോരാത്തതിന് മധ്യക്ഷേത്രത്തിലെ നിത്യപൂജാരിയും. ഞാൻ സഹിക്കും പോലെ നിങ്ങളെയൊക്കെ ആര് സഹിക്കാനാ. ഞാൻ സഹിക്കും പോലെ നിങ്ങളെയൊക്കെ ആര് സഹിക്കാനാ. മക്കളൊക്കെ അന്യഭൂഖണ്ഡ ജീവികളായി. മക്കളൊക്കെ അന്യഭൂഖണ്ഡ ജീവികളായി. അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നീ. അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നീ. പഠിച്ചവർക്കൊന്നും നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാന്ന്. പഠിച്ചവർക്കൊന്നും നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാന്ന്. തൊഴിലില്ലാത്ത നാട്ടിലൊക്കെ ആര് നിൽക്കാനാ. തൊഴിലില്ലാത്ത നാട്ടിലൊക്കെ ആര് നിൽക്കാനാ. ജീവിതം അവർക്കൊക്കെ അതിവേഗ റെയിൽ പോലാ. ജീവിതം അവർക്കൊക്കെ അതിവേഗ റെയിൽ പോലാ. കേരളം ഇപ്പോൾ ദൈവത്തിൻ്റെ അല്ല, ബംഗാളിയുടെ സ്വന്തം നാടല്ലേ. കേരളം ഇപ്പോൾ ദൈവത്തിൻ്റെ അല്ല, ബംഗാളിയുടെ സ്വന്തം നാടല്ലേ. ബംഗാളിയുടെ പണിയൊന്നും മലയാളിക്ക് പറ്റില്ലാന്ന്. ബംഗാളിയുടെ പണിയൊന്നും മലയാളിക്ക് പറ്റില്ലാന്ന്. നമ്മളൊക്കെ പോയാലും ഓൺലൈനിൽ കൂടെ അന്ത്യകർമ്മങ്ങൾ മക്കൾ ലൈവായി ചെയ്തോളും. നമ്മളൊക്കെ പോയാലും ഓൺലൈനിൽ കൂടെ അന്ത്യകർമ്മങ്ങൾ മക്കൾ ലൈവായി ചെയ്തോളും. ബാക്കിയൊക്കെ ബംഗാളിയെ നിർത്തി തകർത്തോളും. ബാക്കിയൊക്കെ ബംഗാളിയെ നിർത്തി തകർത്തോളും. മരിച്ചിട്ട് പിന്നെ എന്തായാലെന്താ, ജീവിച്ചിരിക്കാനല്ലേ പാട്. മരിച്ചിട്ട് പിന്നെ എന്തായാലെന്താ, ജീവിച്ചിരിക്കാനല്ലേ പാട്. അതുകൊണ്ടേ ഞാനിരിക്കുമ്പം നിങ്ങളങ്ങ് പൊയ്ക്കോണം. അതുകൊണ്ടേ ഞാനിരിക്കുമ്പം നിങ്ങളങ്ങ് പൊയ്ക്കോണം. ഇനി മറുജന്മത്തിൽ. കവിതകൾ മൂളി നടക്കുന്ന കാറ്റായി പാറി നടക്കണമെനിക്ക്. അതും വിളിച്ചുകൂവി പറയുന്ന വിപ്ലവ കവി ആവണമെനിക്ക്. കവിതകൾ മൂളി നടക്കുന്ന കാറ്റായി പാറി നടക്കണമെനിക്ക്. അതും വിളിച്ചുകൂവി പറയുന്ന വിപ്ലവ കവി ആവണമെനിക്ക്. തോൽവികളോടൊന്നും തോറ്റു പൊരുതണമെനിക്ക്. അതും വിളിച്ചുകൂവി പറയുന്ന വിപ്ലവ കവി ആവണമെനിക്ക്. തോൽവികളോ നിന്നും തോറ്റു പൊരുതണമെനിക്ക്. സുഗതകുമാരിയുടെ രാത്രിമഴയായി തന്നെ പിറക്കണമെനിക്ക്. സുഗതകുമാരിയുടെ രാത്രിമഴയായി തന്നെ പിറക്കണമെനിക്ക്. ഒരു വട്ടമെങ്കിലും കൂമൻകാവിലൊന്ന് ബസ്സിറങ്ങണമെനിക്ക്. ഒരു വട്ടമെങ്കിലും കൂമൻകാവിലൊന്ന് ബസ്സിറങ്ങണമെനിക്ക്. ജന്മാന്തര യാത്രയിൽ മഴ നനഞ്ഞോടിയെത്തി നിന്റെ കുടയിൽ തന്നെ കയറണമെനിക്ക്.
ജന്മാന്തര യാത്രയിൽ മഴ നനഞ്ഞോടിയെത്തി നിന്റെ കുടയിൽ തന്നെ കയറണം എനിക്ക്. നീയായിരുന്നു എൻ്റെ പ്രിയ കൂട്ടെന്ന് കാതോരമായി ചൊല്ലി നനഞ്ഞ് തിരിഞ്ഞു നടക്കണം എനിക്ക്. നീയായിരുന്നു എൻ്റെ കൂട്ടെന്ന് കാതോരമായി ചൊല്ലി നനഞ്ഞു തിരിഞ്ഞു നടക്കണം എനിക്ക്. ഒരു ഉന്നിലോടിക്കേറി ലോകത്തോട് വിളിച്ചു പറയണം എനിക്ക്, ജീവിതം ജീവിച്ചു തീർക്കാനാണെന്ന്. ഒരു കുന്നിലോടിക്കയറി ലോകത്തോട് വിളിച്ചു പറയണം എനിക്ക്, ജീവിതം ജീവിച്ചു തീർക്കാനാണെന്ന്. ആകാശത്തിലേറി നക്ഷത്രങ്ങളെ പെറുക്കി ഭൂമിയിലേക്ക് എറിയണം എനിക്ക്. ആകാശത്തിലേറി നക്ഷത്രങ്ങളെ പെറുക്കി ഭൂമിയിലേക്ക് എറിയണം എനിക്ക്. ഒരു കടൽ എൻ്റെ മിഴികളിൽ ചുമന്നു നടക്കണം എനിക്ക്. ഒരു കടൽ എൻ്റെ മിഴികളിൽ ചുമന്നു നടക്കണം എനിക്ക്. കാണാത്ത ദൈവത്തെ കണ്ടുമുട്ടണം എനിക്ക്. കാണാത്ത ദൈവത്തെ കണ്ടുമുട്ടണം എനിക്ക്. അവസാനമായി കടൽ ചുമക്കുന്ന കണ്ണുകൾ. വീടകങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയവരാരും തിരിച്ചെത്തില്ലിനി. വീടകങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയവരാരും തിരിച്ചെത്തില്ലിനി. നക്ഷത്രങ്ങളെ തേടി കുടിയേറ്റം ചെയ്ത പൊന്നരിപ്പാടങ്ങൾ അന്യരാജ്യങ്ങളിൽ വിളവെടുക്കപ്പെടും. നക്ഷത്രങ്ങളെ തേടി കുടിയേറ്റം ചെയ്ത പൊന്നരിപ്പാടങ്ങൾ അന്യരാജ്യങ്ങളിൽ വിളവെടുക്കപ്പെടും. മരണം മണക്കുന്ന വീടുകൾ പെറ്റുപെരുകും. മരണം മണക്കുന്ന വീടുകൾ പെറ്റുപെരുകും. കത്തിക്കരിഞ്ഞ ഹൃദയങ്ങളുടെ അഗ്നിരക്തം വറ്റിച്ചെടുത്ത ആയുസ്സിൻ്റെ ആത്മദാഹങ്ങൾ സ്നേഹജലം തേടിയിരിക്കാം. മരണം വിടക്കുന്ന വീടുകൾ പെറ്റുപെരുകും. കത്തിക്കരിഞ്ഞ ഹൃദയങ്ങളുടെ അഗ്നിരക്തം വറ്റിച്ചെടുത്ത ആയുസ്സിൻ്റെ ആത്മദാഹങ്ങൾ സ്നേഹജലം തേടിയിരിക്കാം. കടൽ ചുമക്കുന്ന കണ്ണുകൾ അടയുമ്പോൾ നാവിലിത്തിരി മഴനീർത്തീർത്ഥം ഇറ്റിക്കുമെന്നോർത്ത് ജന്മവിളക്കുകൾ കരിന്തിരികളായി തപിച്ചിരിക്കാം. കടൽ ചുമക്കുന്ന കണ്ണുകൾ അടയുമ്പോൾ നാവിലിത്തിരി മഴനീർത്തീർത്ഥം ഇറ്റിക്കുമെന്നോർത്ത് ജന്മവിളക്കുകൾ കരിന്തിരികളായി തപിച്ചിരിക്കാം. ഓർമ്മയുടെ നിലാവുകൾ കത്തിച്ച കർക്കിടവാവുകൾ കാലം കവർന്നെടുക്കാം. ഓർമ്മയുടെ നിലാവുകൾ കത്തിച്ച കർക്കിടവാവുകൾ കാലം കവർന്നെടുക്കാം. ഒറ്റപ്പെടലിനായി ഒറ്റിക്കൊടുത്ത നാം ക്രൂശിൽ മരിച്ച് ഉയിർക്കാതെ വീടു പിരമിഡുകളായി രൂപാന്തരപ്പെടാം. ഒറ്റപ്പെടലിനായി ഒറ്റിക്കൊടുത്ത നാം ക്രൂശിൽ മരിച്ച് ഉയിർക്കാതെ വീടു പിരമിഡുകളായി രൂപാന്തരപ്പെടാം. മൗനത്തിൻ്റെ പുകച്ചിലുകളിൽ പിറവി പുണ്യങ്ങൾക്ക് ഡിജിറ്റൽ മന്ത്രങ്ങൾ ബലിതർപ്പണം ചെയ്യാം. മൗനത്തിൻ്റെ പുകച്ചിലുകളിൽ പിറവി പുണ്യങ്ങൾക്ക് ഡിജിറ്റൽ മന്ത്രങ്ങൾ ബലിതർപ്പണം ചെയ്യാം. കടൽ ചുമക്കുന്ന കണ്ണുകൾ അടയുമ്പോൾ പറന്നകന്ന കിളികൾ തിരികെ എത്തുമോ? കടൽ ചുമക്കുന്ന കണ്ണുകൾ അടയാതെ അടയുമ്പോൾ പറന്നകന്ന കിളികൾ തിരികെ എത്തുമോ? പറന്നകന്ന കിളികൾ തിരികെ എത്തുമോ? മിനി മീനാക്ഷി അവതരിപ്പിച്ച കവിതകൾ, സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.